2020 ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി ജയിലിൽ കഴിയുന്ന മുൻ JNU വിദ്യാർത്ഥി നേതാവ് ഉമർ ഖാലിദിന്റെ ജാമ്യ ഹർജിയിലെ സുപ്രീം കോടതിയുടെ ഏറ്റവും പുതിയ നിലപാടാണ് ഇന്നത്തെ വിഷയം. ആദ്യം ഈ കേസിന്റെ പശ്ചാത്തലം എന്താണെന്ന് നോക്കാം. 2020 ഫെബ്രുവരി മാസത്തിലാണ് രാജ്യ തലസ്ഥാനമായ ഡൽഹിയുടെ വടക്കുകിഴക്കൻ പ്രദേശങ്ങളിൽ വലിയ വർഗീയ കലാപം ഉണ്ടായത്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കലാപം പൊട്ടിപ്പുറപ്പെട്ടതും നിർഭാഗ്യവശാൽ 53 പേർ കൊല്ലപ്പെട്ടതും. ഈ കലാപത്തിന് പിന്നാലെ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകി എന്നാരോപിച്ചാണ് ഉമർ ഖാലിദ്, ഷർജിൽ ഇമാം എന്നിവരുൾപ്പെടെയുള്ള വിദ്യാർത്ഥി നേതാക്കളെയും സാമൂഹിക പ്രവർത്തകരെയും ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തത്. രാജ്യദ്രോഹവും ഭീകരവാദവും തടയുന്നതിനായുള്ള കർശന നിയമമായ UAPA ആണ് ഇവർക്കെതിരെ ചുമത്തിയത്. 2020 സെപ്റ്റംബർ മുതൽ ഉമർ ഖാലിദ് വിചാരണ കാത്ത് തീഹാർ ജയിലിൽ കഴിയുകയാണ്. കഴിഞ്ഞ 5.5 വർഷത്തോളമായി അദ്ദേഹത്തിന്റെ വിചാരണ ആരംഭിച്ചിട്ട് പോലുമില്ല. ഒപ്പം പലതവണ അദ്ദേഹത്തിന് ജാമ്യം നിഷേധിക്കപ്പെടുകയും ചെയ്തു. ഇനി നമുക്ക് ഈ വർഷം ആദ്യം, അതായത് 2026 ജനുവരിയിൽ ഈ കേസിൽ സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായ വിധി എന്താണെന്ന് നോക്കാം. ജനുവരി 5-ന് സുപ്രീം കോടതി ഒരു നിർണായക വിധി പുറപ്പെടുവിച്ചിരുന്നു. ഈ കേസിൽ ഉൾപ്പെട്ട മറ്റ് 5 പേർക്ക്, അതായത് ഗുൽഫിഷ ഫാത്തിമ, മീരാൻ ഹൈദർ, ഷിഫ ഉർ റഹ്മാൻ തുടങ്ങിയവർക്ക് കോടതി അന്ന് ജാമ്യം അനുവദിച്ചു. എന്നാൽ ഉമർ ഖാലിദിനും ഷർജിൽ ഇമാമിനും കോടതി ജാമ്യം നിഷേധിക്കുകയാണ് ഉണ്ടായത്. കലാപത്തിന്റെ ഗൂഢാലോചനയിൽ ഇവർക്ക് മുഖ്യ പങ്കുണ്ടെന്നും അതിനാൽ UAPA നിയമത്തിലെ കർശന വ്യവസ്ഥകൾ ഇവർക്ക് കൂടുതൽ ബാധകമാണെന്നുമായിരുന്നു ജസ്റ്റിസ് അരവിന്ദ് കുമാർ, ജസ്റ്റിസ് NV അഞ്ചാരിയ എന്നിവരടങ്ങിയ ബെഞ്ച് അന്ന് നിരീക്ഷിച്ചത്. വിചാരണ വൈകുന്നു എന്നത് ജാമ്യം നൽകാനുള്ള ഒരു കാരണമായി അന്ന് കോടതി അംഗീകരിച്ചില്ല. കുറ്റാരോപണങ്ങളുടെ ഗൗരവമാണ് കോടതി അന്ന് കണക്കിലെടുത്തത്. എന്നാൽ ഇപ്പോൾ ഈ കേസിൽ വളരെ അപ്രതീക്ഷിതവും നിർണായകവുമായ ഒരു മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. സുപ്രീം കോടതിയുടെ മറ്റൊരു ബെഞ്ച് ജനുവരിയിലെ ഈ വിധിയെ ശക്തമായി വിമർശിക്കുകയും കേസ് ഒരു വിശാല ബെഞ്ചിന്റെ പുനഃപരിശോധനയ്ക്ക് വിടുകയും ചെയ്തിരുന്നു. എന്തുകൊണ്ടാണ് കോടതി ഈ പുതിയ നിലപാടെടുത്തത്? പുതിയ ബെഞ്ചിന്റെ നിരീക്ഷണം അനുസരിച്ച് UA പോലെയുള്ള കർശന നിയമങ്ങളിൽ പോലും ജാമ്യമാണ് നിയമം, ജയിൽ ഒരു അപവാദമാണ് എന്ന ഇന്ത്യൻ ക്രിമിനൽ നിയമവ്യവസ്ഥയുടെ അടിസ്ഥാന തത്വം ലംഘിക്കപ്പെടാൻ പാടില്ല. ഇവിടെ സുപ്രീം കോടതി പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് 2021 കേന്ദ്ര സർക്കാർ മുഖ്യകക്ഷിയായ KA നജീബ് കേസിലെ വിധിയാണ്. ഈ വിധിയിൽ സുപ്രീം കോടതിയുടെ 3-അംഗ ബെഞ്ച് വ്യക്തമാക്കിയത് വിചാരണ അനന്തമായി നീണ്ടുപോകുകയും ഒരു വ്യക്തി വർഷങ്ങളോളം ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 ഉറപ്പു നൽകുന്ന ജീവിക്കാനുള്ള അവകാശവും വ്യക്തി സ്വാതന്ത്ര്യവും ലംഘിക്കപ്പെടുന്നു എന്നാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ UAPAയിലെ കർശന വ്യവസ്ഥകളെ മറികടന്ന് കോടതികൾക്ക് പ്രതിക്ക് ജാമ്യം നൽകാമെന്ന് ആ വിധി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ജനുവരിയിൽ ഉമർ ഖാലിദിന് ജാമ്യം നിഷേധിച്ചപ്പോൾ ഈ നിർണായകമായ മുൻവിധി കോടതി ശരിയായി പരിഗണിച്ചില്ല എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ കണ്ടെത്തൽ. ജാമ്യം എന്നത് വെറുമൊരു നിയമപരമായ മുദ്രാവാക്യമല്ലെന്നും എല്ലാ സാക്ഷികളെയും വിസ്തരിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞിട്ടോ മാത്രം വീണ്ടും ജാമ്യത്തിനായി സമീപിക്കാൻ കോടതിയോട് ആവശ്യപ്പെടുന്നത് പൗരന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമാണെന്നും ജഡ്ജിമാർ ചൂണ്ടിക്കാട്ടി. എന്തുകൊണ്ടാണ് ഈ സംഭവവികാസം ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇത്രയധികം പ്രാധാന്യമർഹിക്കുന്നത്? ഒന്നാമതായി, ഇത് ഇന്ത്യയിലെ UAPA നിയമത്തിൻ്റെ പ്രയോഗത്തെക്കുറിച്ചുള്ള വലിയൊരു നിയമ പോരാട്ടത്തിന് വഴിയൊരുക്കുകയാണ്. രാജ്യസുരക്ഷയ്ക്കായി കൊണ്ടുവന്ന ഈ നിയമം ഭരണകൂടത്തെ വിമർശിക്കുന്നവർക്കെതിരെ പ്രയോഗിക്കപ്പെടുന്നുണ്ടോ എന്ന സംശയം പല കോണുകളിൽ നിന്നും ഉയർന്നിട്ടുണ്ട്. വിചാരണ തുടങ്ങാൻ പോലും വർഷങ്ങളെടുക്കുന്ന ഈ സിസ്റ്റത്തിൽ കുറ്റവാളിയാണെന്ന് തെളിയിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ഒരു വ്യക്തിക്ക് തൻ്റെ യൗവനം മുഴുവൻ ജയിലിൽ കിടക്കേണ്ടി വരുന്നത് കടുത്ത അനീതിയാണ്. സുപ്രീം കോടതി തന്നെ തങ്ങളുടെ മുൻവിധിയെ വിമർശനാത്മകമായി വിലയിരുത്തുന്നു എന്നത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ സുതാര്യതയുടെയും നീതിയോടുള്ള പ്രതിബദ്ധതയും കാണിക്കുന്നു. ഉമർ ഖാലിദിനെ സംബന്ധിച്ചിടത്തോളം ഈ തീരുമാനം വലിയൊരു പ്രതീക്ഷയാണ് നൽകുന്നത്. കഴിഞ്ഞ 5.5 വർഷമായി പുറം ലോകം കാണാതെ ജയിലിൽ കഴിയുന്ന അദ്ദേഹത്തിന് നീതി ലഭിക്കാനുള്ള ഒരു വാതിലാണ് ഇവിടെ തുറക്കപ്പെടുന്നത്. കൂടാതെ ഇന്ത്യയിലെ വിവിധ ജയിലുകളിൽ വിചാരണ കാത്തുകിടക്കുന്ന സമാനമായ അനേകം UAPA തടവുകാർക്കും ഈ കേസ് ഒരു നിർണായക വിധിയായി മാറിയേക്കാം. ഈ വിഷയത്തിൽ വിശാല ബെഞ്ചിന്റെ അന്തിമ തീരുമാനം എന്തായിരിക്കുമെന്ന് രാജ്യം ഉറ്റുനോക്കുകയാണ്.